നമ്മൾ ചെയ്യാൻ പോകുന്ന സ്റ്റെം സ്റ്റിച്ചാണ്. അതിന് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ തന്നെ കെട്ടിയിട്ട് നമ്മുടെ ചെറിയ ത്രെഡിൽ കെട്ടിയിട്ടെടുക്കുക. എന്നിട്ട് താഴ്വയിട്ട് തന്നെ കൊണ്ടുവന്ന് ആദ്യം ഒരു ലോങ് ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് ഒരു കെട്ടിടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെയിൻ സ്റ്റിച്ച് തന്നെ ചെറുതായിട്ട് എടുക്കുന്നതിനാണ് നമ്മൾ കെട്ടിടുക എന്ന് പറയുന്നത്. അവിടുന്ന് നേരെ ബാക്കിലോട്ട് കൊണ്ടുവന്നിട്ട് ക്രോസ് ആയിട്ട് അതിൻ്റെ ഉള്ളിലല്ല, ആദ്യം ചെയിൻ സ്റ്റിച്ചിൻ്റെ സൈഡിലായിട്ട് കൊണ്ടുവന്നിട്ട് വീണ്ടും ഒരു ചെറിയൊരു കെട്ടിടുക. അവിടുന്ന് വീണ്ടും ലോങ് ആയിട്ട് താഴേക്ക് കൊണ്ടുവരിക. ലോങ് ആയിട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ലോങ് അല്ല, ഏകദേശം ഒരളവ് നമ്മൾ മുകളിൽ ആദ്യം ചെയ്ത ഒരു സ്റ്റിച്ചിൽ ആ അളവിൽ തന്നെ ഒരു ലോങ് സ്റ്റിച്ച് എടുക്കുക. അത് കഴിഞ്ഞ് വീണ്ടും കെട്ടിടുക, വീണ്ടും ക്രോസ് ആയിട്ട് കൊണ്ടുവരിക, വീണ്ടും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കയറ്റിയിട്ട് വീണ്ടും ഒരു ചെറിയ കെട്ടിടുക. ഇങ്ങനെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തു പോകണം. അതായത് നമ്മുടെ ആരി വർക്കിൽ മെയിൻ എല്ലാ സ്റ്റിച്ചും ചെയ്യുന്നത് തന്നെ നമ്മൾ ചെയിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ്. ചെയിൻ സ്റ്റിച്ചിൻ്റെ ഓരോരോ മെത്തേഡിൽ ചെറുതാക്കിയും വലുതാക്കിയും ക്രോസ് ആയിട്ടൊക്കെ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ചെയിൻ സ്റ്റിച്ച് നമ്മൾ മെയിനായിട്ട് പഠിച്ച് വെക്കേണ്ട ഒരു കാര്യമാണ്. ചെയിൻ സ്റ്റിച്ച് നമുക്ക് നമ്മുടെ കൈക്ക് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് കറക്റ്റായിട്ട് പിന്നെ ബാക്കിയുള്ളതെല്ലാം ചെയ്യാൻ പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ തന്നെ ചെയിൻ സ്റ്റിച്ച് ചെയ്യുക, ചെറിയ കെട്ടിടുക, തിരിച്ച് മുകളിലേക്ക് കൊണ്ടുവരിക, ചെറിയ അതായത് ഹാഫായിട്ട് ആദ്യം ചെയ്ത ചെയിൻ സ്റ്റിച്ചിൻ്റെ അവിടെ ഹാഫായിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കുക, അവിടെ വീണ്ടും കെട്ടിടുക, വീണ്ടും വലിച്ച് താഴേക്ക് കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ സ്റ്റെം സ്റ്റിച്ച് എന്ന് പറയുന്നത്. സിമ്പിളാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്താൽ മതി. നല്ല ഭംഗിയാണ് കാണാനും. പിന്നെ ലാസ്റ്റ് നമ്മൾ ലാസ്റ്റ് വരുമ്പോഴത്തേക്ക് സാധാരണ നമ്മൾ കെട്ടിടുന്ന പോലെ തന്നെ കെട്ടിട്ടിട്ട് എടുക്കുക. അങ്ങനെയാണ് നമ്മൾ സ്റ്റെം സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിപ്പം ചെയിൻ സ്റ്റിച്ച് പഠിച്ചു, ഡബിൾ ചെയിൻ സ്റ്റിച്ച് പഠിച്ചു, ബാക്ക് സ്റ്റിച്ച് പഠിച്ചു, ഇപ്പം സ്റ്റെം സ്റ്റിച്ചും കൂടെ ആയി. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. എല്ലാവരും ഒന്ന് ചെയ്ത് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം. ഇനി വേറെ ഏതെങ്കിലും പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അത് പറയണം. ഓക്കെ.